ഡൽഹി അടക്കമുള്ള സർക്കാരുകൾ പാവപ്പെട്ടവർക്ക് സൗജന്യമായി കറണ്ട് കൊടുക്കുമ്പോഴാണ് ഇവിടെ അങ്ങനെയൊരു ആലോചനയില്ല എന്ന് മാത്രമല്ല ദിവസവും കറണ്ട് നിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് അടിസ്ഥാനപരമായി അവർ പറയുന്നത് KSEBയുടെ നഷ്ടമാണ്. ജീവനക്കാരുടെ ശമ്പളത്തിലും ആനുകൂല്യത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തുക, ആവശ്യമില്ലാത്ത തസ്തികകൾ വെട്ടിക്കുറയ്ക്കുക, KSEBയിലെ ഓഫീസേഴ്സ് യൂണിയന്റെ ഇടപെടൽ അവസാനിപ്പിക്കുക, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിൽ വൈദ്യുതി വാങ്ങുന്നത് അവസാനിപ്പിക്കുക, മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളൊക്കെ പുതുക്കിയെടുത്ത് പ്രവർത്തന സജ്ജമാക്കുക. ഏതാണ്ട് 400 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കാനുള്ള പല പദ്ധതികൾ 25-30 വർഷം മുമ്പ് തുടങ്ങിയിട്ടും ഒരിടത്തും എത്തിയിട്ടില്ല. അതൊന്നും പൂർത്തിയാക്കാതെ ജീവനക്കാരെ അവിടെ നിലനിർത്തി മുമ്പോട്ട് പോകുന്നത് KSEBയുടെ നഷ്ടത്തിന് കാരണമാണ്. KSEB വിചാരിച്ചാൽ ആവശ്യത്തിന് വൈദ്യുതി ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നത് കൊണ്ട് വില കൂടിയ വൈദ്യുതി അവർ വെളിയിൽ നിന്ന് വാങ്ങുന്നു. യൂണിറ്റിന് 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി കിട്ടുമായിട്ടും അദാനിയിൽ നിന്നും 7.5 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങിയ കച്ചവടമാണ് വാസ്തവത്തിൽ KSEBയുടെ ഏറ്റവും വലിയ തലവേദന. റെഗുലേറ്ററി കമ്മീഷൻ എന്ന പേരിൽ വർഷം തോറും 15-20 കോടി രൂപ KSEB മുടക്കേണ്ടി വരുന്ന ഒരു വെള്ളാനയെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് KSEB നേരിടുന്ന പ്രതിസന്ധികളിൽ ഒന്ന്. ഈ വെള്ളാന നാട്ടുകാരെ പറ്റിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിറങ്ങി പബ്ലിക് ഒപ്പീനിയൻ ശേഖരിക്കും. ജനങ്ങൾ കൂട്ടത്തോടെ എത്തി കാര്യകാരണ സഹിതം KSEB നിരക്ക് വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ നിരത്തിയാലും അവർ സർക്കാർ പറയുന്നത് പോലെ നിരക്ക് വർദ്ധിപ്പിക്കും. പക്ഷെ അവിടെ കുറെ ജീവനക്കാർക്കും മെമ്പർമാർക്കും സുഖമായി ജീവിക്കാൻ KSEB പണം കൊടുക്കണം. ഈ കൊള്ളസംഘം വീണ്ടും കമ്പിപ്പാരയുമായി രംഗത്തിറങ്ങുമ്പോൾ ആത്മാഭിമാനമുള്ളവർ പ്രതിഷേധിക്കുക.